ഹായ്, റിവോൾവിംഗ് ഡേയ്സ് ബൈ ഡേവിഡ് മലൂഫ്. ഈ പാഠത്തിൽ നിന്നുള്ള എസ്സേസ് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താ ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് essay question number 1. Examine the role of memory in this poem. How does memory collapse time or bridge past and present? ഓർമ്മ എന്ന് പറയുന്ന സംഗതിക്ക് ഈ കവിതയിൽ എന്ത് പങ്കാണ് വഹിക്കാനുള്ളത്? ഈ ഓർമ്മ കാലത്തെ എങ്ങനെ തകിടം മറിക്കുന്നു, അല്ലെങ്കിൽ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും എങ്ങനെ യോജിപ്പിക്കുന്നു? ഇതാണ് ചോദ്യം. Now, here's the answer. Paragraph number 1. In Revolving Days by David Malouf, memory plays a central role in shaping the speaker's experience and understanding of the past and present. ഈ കവിതയിൽ കവിയുടെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും കുറിച്ചുള്ള അനുഭവവും ധാരണയും രൂപപ്പെടുത്തുന്നതിൽ മെമ്മറി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. Now, paragraph number 2. Throughout the poem, the speaker reflects on memories of a past relationship. ഈ കവിതയിലുടനീളം സ്പീക്കർ മുൻകാല ബന്ധത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് ചിന്തിക്കുന്നു. He invokes moments of intimacy and connection that have left a lasting impression. നല്ല മതിപ്പ് അവശേഷിപ്പിച്ച് കടന്നുപോയ അടുപ്പത്തിൻ്റെയും ബന്ധത്തിൻ്റെയും നിമിഷങ്ങൾ അദ്ദേഹം അയവിറക്കുന്നു. These memories serve to collapse time. ഈ ഓർമ്മകൾ സമയത്തെ തകർക്കാൻ സഹായിക്കുന്നു. They also blur the boundaries between past and present as the speaker nostalgically revisits moments from their youth. കവി അദ്ദേഹത്തിൻ്റെ യൗവനത്തിലെ നിമിഷങ്ങളെ ഗൃഹാതുരത്വത്തോടുകൂടി ഓർത്തെടുക്കുമ്പോൾ ഭൂതകാലവും വർത്തമാനവും തമ്മിലുള്ള അതിരുകൾ ഇല്ലാതാവുന്നു. ഇതാണ് രണ്ടാമത്തെ പാരഗ്രാഫ്. Now, take a look at paragraph number 3. Memory acts as a bridge that connects the speaker's past experiences with his current reality. കവിയുടെ മുൻകാല അനുഭവങ്ങളെ അദ്ദേഹത്തിൻ്റെ നിലവിലെ യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി മെമ്മറി, അതായത് ഓർമ്മ, പ്രവർത്തിക്കുന്നു. It also allows him to navigate the complexities of love and loss. പ്രണയത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും സങ്കീർണതകളിലൂടെ തുഴഞ്ഞു നീങ്ങാൻ അദ്ദേഹത്തെ അനുവദിക്കുകയും ചെയ്യുന്നു. The speaker's reflections of moments shared with his former lover evoke a sense of longing and yearning. തൻ്റെ മുൻ കാമുകിയുമായി പങ്കുവച്ച നിമിഷങ്ങളെക്കുറിച്ചുള്ള കവിയുടെ ഓർമ്മകൾ അതിതീവ്രമായ ആഗ്രഹങ്ങൾ ഉണർത്തുന്നു. They highlight the enduring impact of these memories on his emotional landscape. അദ്ദേഹത്തിൻ്റെ വൈകാരിക ലോകത്ത് ഈ ഓർമ്മകൾ തീർത്താൽ തീരാത്ത സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതാണ് മൂന്നാമത്തെ പാരഗ്രാഫ്. Now, paragraph number 4. Furthermore, memory serves as a means of processing and understanding the passage of time. കൂടാതെ സമയം കടന്നു പോകുന്നത് പ്രോസസ്സ് ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള ഒരു ഉപാധിയായി ഓർമ്മ അഥവാ മെമ്മറി പ്രവർത്തിക്കുന്നു. As the speaker reflects on his past experiences, they grapple with the inevitability of change and the transient nature of love. കവി അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ മാറ്റത്തിൻ്റെ അനിവാര്യതയോടും സ്നേഹത്തിൻ്റെ ക്ഷണികമായ സ്വഭാവത്തോടും അത് പിടിമുറക്കുന്നു. Memory allows him to reconcile the past with the present, enabling him to come to terms with the reality of lost love while cherishing the memories that continue to shape his identity. ഭൂതകാലത്തെ
വർത്തമാനകാലവുമായി പൊരുത്തപ്പെടാൻ ഓർമ്മ അദ്ദേഹത്തെ അനുവദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തുന്നത് തുടരുന്ന ഓർമ്മകളെ വിലമതിക്കുമ്പോൾ നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹത്തെ അത് പ്രാപ്തനാക്കുന്നു. ഇൻ കൺക്ലൂഷൻ, മെമ്മറി serves as a powerful force in revolving days, collapsing time and bridging past and present as the speaker navigates the complexities of love, loss and nostalgia. അങ്ങനെ അവസാനമായി പ്രണയം, നഷ്ടം, ഗൃഹാതുരത്വം എന്നിവയുടെ സങ്കീർണതകളിലൂടെ കവി സഞ്ചരിക്കുമ്പോൾ ഈ ഓർമ്മ ചെയ്യുന്നത് എന്തെന്നോ അതൊരു വൻ ശക്തിയായി മാറുന്നു. എന്നിട്ട് ടൈം, അതായത് കാലത്തെ അതുടയ്ക്കുന്നു. എന്നിട്ടോ ഭൂത വർത്തമാന കാലങ്ങളെ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഉത്തരം. Now, essay question number 2. Analyze how details about the beginning of the relationship contrast with the speaker's more solemn insights later on. ബന്ധത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പിന്നീട് സ്പീക്കറുടെ കൂടുതൽ ഗൗരവമേറിയ ഉൾക്കാഴ്ചകളുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ഒന്ന് വിശകലനം ചെയ്യാമോ? ഇതാണ് ചോദ്യം. ഹിയർ ഇസ് ദി ആൻസർ. പാരഗ്രാഫ് നമ്പർ 1. ഇൻ റിവോൾവിംഗ് ഡേയ്സ് ബൈ ഡേവിഡ് മലൂഫ്, ഡീറ്റെയിൽസ് അബൌട്ട് ദ ബിഗിനിങ് ഓഫ് ദ റിലേഷൻഷിപ്പ് കോൺട്രാസ്റ്റ് വിത്ത് ദ സ്പീക്കേഴ്സ് മോർ സോളം ഇൻസൈറ്റ്സ് ലേറ്റർ ഓൺ, highlighting the evolution of his emotional journey. ഡേവിഡ് മലൂഫിൻ്റെ ഈ കവിതയിൽ ബന്ധത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പിന്നീട് കവിയുടെ കൂടുതൽ ഗൗരവമേറിയ ഉൾക്കാഴ്ചകളുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വൈകാരിക യാത്രയുടെ പരിണാമം എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. ഇനീഷ്യലി ദ സ്പീക്കർ റീകോൾസ് moments of youthful passion and excitement, describing the early stages of relationship with a sense of optimism and anticipation. തുടക്കത്തിൽ കവി യുവത്വത്തിൻ്റെ വികാരത്തിൻ്റെയും ആവേശത്തിൻ്റെയും നിമിഷങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയുമുള്ള ബന്ധത്തിൻ്റെ ആദ്യ ഘട്ടങ്ങൾ വിവരിക്കുകയും ചെയ്യുന്നു. ഡീറ്റെയിൽസ് സച്ച് ആസ് buying shirts to impress the other person and the repetition of phrases like forever and forever convey the intensity of their feelings and the hopefulness of new love. കാമുകിയെ ആകർഷിക്കാൻ ഷർട്ടുകൾ വാങ്ങുന്നതും എന്നേക്കും എന്നതുപോലുള്ള വാക്യങ്ങളുടെ ആവർത്തനവും അവരുടെ വികാരങ്ങളുടെ തീവ്രതയും പുതിയ പ്രണയത്തിൻ്റെ പ്രതീക്ഷയും നൽകുന്നു. However, as the poem progresses, the tone shifts and the speaker's reflections become more solemn and introspective. എന്നിരുന്നാലും കവിത പുരോഗമിക്കുമ്പോൾ സ്വരം മാറുന്നു. കവിയുടെ ചിന്തകൾ കൂടുതൽ ഗൗരവമേറിയതും തൻ്റെ തന്നെ ഉള്ളിലേക്ക് നോക്കുന്നതുമായാണ് കാണപ്പെടുന്നത്. The speaker begins to acknowledge the passage of time and the reality of lost love, contrasting the innocence and fervor of youth with the somber realization of impermanence. യുവത്വത്തിൻ്റെ നിഷ്കളങ്കതയെയും തീക്ഷ്ണതയെയും നശ്വരതയുടെ ശോചനീയമായ തിരിച്ചറിവിനെയും വ്യത്യസ്തമാക്കി കാലക്രമേണ നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെ യാഥാർത്ഥ്യവും കവി അംഗീകരിക്കാൻ തുടങ്ങുന്നു. ഡീറ്റെയിൽസ് സച്ച് ആസ് the description of the lady's eyes as moody and touched with grey suggest a sense of melancholy and resignation, reflecting the speaker's acceptance of the relationship's end. കാമുകിയുടെ കണ്ണുകളെ മൂടി എന്നും ചാരനിറം പൂശിയത് എന്നും വിവരിക്കുന്നത് പോലുള്ള വിശദാംശങ്ങൾ വിഷാദത്തിൻ്റെയും പൊരുത്തപ്പെടലിൻ്റെയും വികാരത്തെ സൂചിപ്പിക്കുന്നു. ഇത് ബന്ധത്തിൻ്റെ അവസാനത്തെ കവിയുടെ സ്വീകാര്യതയാണ് പ്രതിഫലിപ്പിക്കുന്നത്. Now, take a look at the last paragraph. In conclusion, the contrast between the details of the beginning of the relationship and the speaker's more solemn insights later on underscores
the transformative nature of love and the inevitable changes that accompany the passage of time. അവസാനമായി ബന്ധത്തിൻ്റെ തുടക്കത്തിൻ്റെ വിശദാംശങ്ങളും പിന്നീട് കവിയുടെ കൂടുതൽ ഗൗരവമേറിയ ഉൾക്കാഴ്ചകളും തമ്മിലുള്ള വൈരുദ്ധ്യം പ്രണയത്തിൻ്റെ പരിവർത്തന സ്വഭാവത്തെയും കാലക്രമേണയുള്ള അനിവാര്യമായ മാറ്റങ്ങളെയും അടിവരയിടുന്നു. The poem traces the arc of the speaker's emotional journey from the excitement of newfound love to the wistful acceptance of its eventual end, capturing the complexity and the poignancy of human relationships. പുതിയ പ്രണയത്തിൻ്റെ ആവേശം മുതൽ ആത്യന്തികമായ അവസാനത്തെ വ്യാമോഹത്തോടെ സ്വീകരിക്കുന്നത് വരെയുള്ള കവിയുടെ വൈകാരിക യാത്ര ഈ കവിത കണ്ടെത്തുന്നു. മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതയും തീവ്രതയും അത് പകർത്തുകയും ചെയ്യുന്നു. ഇതാണ് ഉത്തരം. Well friends, this is the end of the video. See you soon with another video. Until then, bye bye.